പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ അവിടെ നിന്ന് മുന്നോട്ട് പോകുന്ന വഴിക്ക് ഞാലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു സ്കൂൾ വിട്ട് വന്ന പെൺകുട്ടി നടന്നു പോയ വഴിക്ക് 2 നാടോടി സ്ത്രീകളാണ് വന്നത്. അവർ കുട്ടിയുടെ കയ്യെ കയറി പിടിച്ചു. പെട്ടെന്ന് പെൺകുട്ടി പേടിച്ചു പോയി, കൈ ഉതർച്ച് വീട്ടോട്ട് ഓടി. വീട്ടിൽ ചെന്ന് വിവരം പറഞ്ഞു. അന്നേരം തന്നെ നാട്ടുകാരെല്ലാം കൂടി അവിടെ എല്ലാം തപ്പുകയും പോലീസിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം പോലീസ് ഇപ്പം വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങളൊന്ന് കാണാം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻവശത്തോടെയുള്ള വഴിയുടെ എൻഡ് ഭാഗമാണ് വരുന്നത് ഞാലിപ്പടി എന്ന് പറയുന്നത്. ഞാലിപ്പടിക്കലാണ് ഇന്ന് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. സ്കൂൾ വിട്ട് വന്നതാണ് പെൺകുട്ടി. നമ്മുടെ നിലക്കപ്പള്ളിയുടെ അവിടെയാണ് ബസ് ഇറങ്ങിയത്. അവിടുന്ന് ഇറങ്ങിയിട്ട് പഞ്ചായത്തിന് മുൻവശത്തോടെയാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഞാലിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിക്കാണ് പുറകുവശം വഴി 2 നാടോടി സ്ത്രീകളാണ്. അവർ സാരിയാണ് വേഷം. അവർ വന്ന് കുട്ടിയുടെ കയ്യെ കയറി പിടിച്ചു. പെൺകുട്ടി പെട്ടെന്ന് പേടിച്ചു പോയി, കൈ ഉതറച്ച് വീട്ടിലോട്ട് ഓടി. വീട്ടിൽ ചെന്ന് വിവരം പറഞ്ഞു. പിന്നെ വീട്ടുകാരും നാട്ടുകാരും അതുപോലെ നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ് ജെയ്സനാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാനും അവിടെ ചെന്നായിരുന്നു. അന്നേരം പോലീസിൽ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാർ ആ സമയത്ത് വന്നു. പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് വിവരങ്ങൾ തിരക്കാൻ വേണ്ടി. ഞാലിപ്പടി ഇതാണ്. ഇവിടുന്ന് നടന്നു പോകുന്ന വഴിക്കാണ് കുട്ടിയുടെ കയ്യെ കയറി പിടിച്ചത്. അപ്പോൾ ഇവിടെ ഈ 2-3 വീടുകളിലെല്ലാം CCTV ഉണ്ട്. പക്ഷേ അവിടുന്ന് കുട്ടി നടന്നു പോയ വഴിക്കൊരു കപ്പക്കാലയാണ്, ആ സൈഡും വഴിയാണ് നടന്നു പോയത്. അവിടെ വെച്ചാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഇവരെ ഈ നാടോടി സ്ത്രീകളുടെ ദൃശ്യങ്ങൾ ഈ വീടിൻ്റെ ഒരു വീട്ടിലെ ക്യാമറയ്ക്കകത്ത് നോക്കിയിട്ട് റോഡ് അത്ര ക്ലിയർ അല്ല. 2ാമത്തെ വീട്ടിലെ നോക്കിയപ്പം കാണാൻ പറ്റുന്നുണ്ട്, വഴി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏകദേശം 4:30-5 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. പോലീസ് ഈസ്റ്റിലെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അവർ ക്യാമറ ദൃശ്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ നാടോടി സ്ത്രീകൾ കഴിഞ്ഞ ദിവസം ഇവിടെ എല്ലാം വെള്ളം പൊങ്ങി, അവിടെ എല്ലാം വഴിയിലും അവിടെ വീടുകളിലെല്ലാം വെള്ളം കയറിയത് നിങ്ങൾ കണ്ടു കാണും. ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ നാടോടി സ്ത്രീകൾ അതിൽ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ക്യാമറയ്ക്കകത്ത് കിട്ടും കേട്ടോ, ഇവരുടെ ക്യാമറയ്ക്കകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ആ സമീപത്തുള്ള ക്യാമറകൾ മുഴുവൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേസെടുത്താൽ അവർ അന്വേഷിച്ചോളും. എങ്കിലും പോലീസുകാർ പറയുന്നത് നമ്മുടെ നാട്ടിൽ അപരിചിതരായിട്ടുള്ള ആരെ കണ്ടാലും ഇപ്പോൾ ഒരുപാട് പേര് ഓരോന്നും വിൽപ്പനയ്ക്കുമൊക്കെ ആയിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തുമൊക്കെ വരുന്നുണ്ട്. അപ്പം ധൈര്യമായിട്ട് നമ്മൾ അവരോട് ചോദിച്ചോണമെന്ന് പറയുന്നത്. എന്തിനാണ് വന്ന കാര്യങ്ങൾ ഇപ്പോൾ ആരും അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. അവരിപ്പോൾ അടുത്ത വീട്ടിലേക്ക് പോകുന്ന നമ്മളാരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷേ നമ്മൾ അതീവ ശ്രദ്ധ ഉണ്ടാകണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഇതൊക്കെ നാളെ നമ്മുടെ വീടുകളിൽ സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ആര് വന്നാലും പരിസരത്തൊക്കെ ഇങ്ങനെ സാധനം വിൽപ്പനയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നാടോടികളായിട്ടും അപരിചിതമായിട്ടുള്ള ആര് വന്നെന്ന് പറഞ്ഞാൽ അവരോട് ചോദിച്ചോണം എന്തിനാണ് വന്ന ഡീറ്റെയിൽ. മൊബൈൽ ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരറിയാതെ തന്നെ ഇങ്ങനെയുള്ള നാടോടി സ്ത്രീകളുടെയൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇതൊക്കെ എപ്പോഴും നമ്മളൊരു മുൻകരുതൽ വേണം. ഇതൊക്കെ ഇപ്പം തന്നെ ഈ ഭാഗത്തുള്ള ആൾക്കാരെല്ലാം ഞടുങ്ങി വരച്ച് നിൽക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ആദ്യമായിട്ടാണ്. അപ്പം എന്തുകൊണ്ട് ഇപ്പോൾ ഞാൻ നടന്നു പോകുന്ന ഈ വഴിയുടെ സമീപത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ വൈകുന്നേരങ്ങളിൽ നല്ല പകൽ വന്നെന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗങ്ങളിൽ ആൾതാമസവും ഇല്ല, ആൾക്കാരുടെ അനക്കമൊന്നുമില്ല. ഇപ്പോൾ അതുകൊണ്ടാണ് ആ സ്ഥലമെല്ലാം അവർ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം കുട്ടിയുടെ കയ്യെ കയറി പിടിച്ചത്. ഈ ഭാഗത്ത് ക്യാമറയൊന്നുമില്ല. റോഡ് സൈഡിലുള്ള വീടുകളിലെല്ലാം ക്യാമറ ചെക്ക് ചെയ്താൽ അവരുടെ ദൃശ്യങ്ങൾ കിട്ടും. അത് വെച്ച് പോലീസ് അന്വേഷണം നടത്തിക്കോളും. എങ്കിലും നമ്മളെല്ലാവരും ഒന്ന് കരുതിയിരിക്കണം.